X and Y are two towns. A man goes from town X to town Y at the average speed of 30 km per hour and returns at the average speed of 20 km per hour. Find the distance between the two towns if the man takes 10 hours on the whole. അപ്പോൾ നമുക്ക് distance x ആയിട്ട് എടുക്കാം. Let x be the distance. Let x be the distance between the two towns. അപ്പോൾ എക്സിൽ നിന്ന് വൈയിലോട്ടുള്ള ഡിസ്റ്റൻസും വൈയിൽ നിന്ന് എക്സിലോട്ടുള്ള ഡിസ്റ്റൻസും സെയിം ആണ്. അപ്പോൾ നമുക്ക് എക്സ് ഡിസ്റ്റൻസ് ഒന്ന് എടുക്കാം. അപ്പം തന്നേക്കുന്നത് എക്സിൽ നിന്ന് വൈയിലോട്ട് പോകാൻ വേണ്ടി for the first journey. For the first journey, speed 30 km per hour. ഡിസ്റ്റൻസ് എങ്ങോട്ട് പോയാലും ഡിസ്റ്റൻസ് എക്സേ വരുള്ളൂ. ടൈം കണ്ടുപിടിക്കാൻ നമുക്ക് സ്പീഡ് 30 km per hour. അപ്പൊ ടൈം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിസ്റ്റൻസ് ബൈ ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ഇസ് ഈക്വൽ ടു എക്സ് ബൈ 30 hours എന്ന് കിട്ടും. കിട്ടിയത്ര? ആദ്യത്തെ ജേർണിയുടെ സ്പീഡ് 30 km per hour എന്നാണ് തന്നിരിക്കുന്നത്. അപ്പം ഡിസ്റ്റൻസ് നമ്മൾ എക്സ് ആയിട്ട് എടുത്തു, രണ്ട് ടൗൺ നമ്മൾ ഡിസ്റ്റൻസ് എക്സ് ആയിട്ട് എടുത്താൽ ആദ്യത്തെ ജേർണിയുടെ സ്പീഡ് 30 km per hour ആണ്. അപ്പൊ അതിന്റെ ടൈം എന്ന് പറയുന്നത് എക്സ് ബൈ 30 ആയിരിക്കും. ഫോർ ദ സെക്കൻഡ് ജേർണി ഡിസ്റ്റൻസ് സെയിം ആണ്. ഡിസ്റ്റൻസ് എക്സ് തന്നെ, എക്സ് കിലോമീറ്റർ വരും. പിന്നെ സ്പീഡ് 20 km per hour തന്നിട്ടുണ്ട്. സ്പീഡ് 20 km per hour തന്നിട്ടുണ്ട്. therefore ടൈം ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ് എക്സ് ബൈ 20 hour. അപ്പൊ ഫസ്റ്റ് ജേർണിയുടെ ടൈം എക്സ് ബൈ 13, സെക്കൻഡ് ജേർണിയുടെ ടൈം എക്സ് ബൈ 20 ആണ്. അപ്പൊ നമുക്ക് ടോട്ടൽ ടൈം ഇസ് ഈക്വൽ ടു എക്സ് ബൈ 30 ബൈ എക്സ് ബൈ 20. അപ്പൊ നമുക്ക് LCM 60 എടുക്കാൻ. 13 20 ആയതുകൊണ്ട് LCM 60 വരും. 2x പ്ലസ് 3x ഇൻറ്റു 2 ചെയ്യുമ്പോൾ 60 വരും. ഇവിടെ ഇൻറ്റു 3 ചെയ്യുമ്പോൾ അപ്പം 5x ബൈ 60. അപ്പം എക്സ് ബൈ 12 എന്ന് കിട്ടും. ടോട്ടൽ ടൈം എക്സ് ബൈ 12. ഇവിടെ തന്നേക്കുന്നത് എന്താണ്? ഡിസ്റ്റൻസ്. Find the distance between the two towns if the man takes 10 hours on the road. Total time 10. Given total time is equal to 10 hours. Therefore, x by 12 is equal to 10. X is equal to 12 into 10 equal to 120 km.